വിവരങ്ങളറിയിച്ചതിന് ഇപ്പോൾ ഖത്തറിൽ നിന്ന് സൽമാൻ, മലയാളിയായ സൽമാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൽമാൻ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. നിങ്ങൾ ഇനി ഉറപ്പായും പറയാൻ സാധിക്കും അപ്രതീക്ഷിതമായൊരു ആക്രമണമാണ് ഖത്തറിന് നേരെ ഉണ്ടായത്. നിങ്ങൾ ആ മിസൈലുകൾ വന്ന് പതിക്കുന്നതിന്റെ ശബ്ദം കേട്ട് നോക്കിയതാണോ? എന്താണ്, എങ്ങനെയാണ് മനസ്സിലായത് ഒരു മിസൈൽ ആക്രമണമാണെന്ന്? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നൊരു ഉച്ച കഴിഞ്ഞ് US എംബസിയിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി US നാഷണൽസിന് വന്നിരുന്നു. അതിനുശേഷം UK എംബസി ഒരു 2-3 മണിക്കൂറിന് ശേഷം അവർക്കും സേഫ് പ്ലേസസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ശേഷമാണ് ഖത്തർ എയർവേസിന്റെ സ്പേസ് അടച്ചത്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ കൺസേൺ എപ്പോഴും റേസ് ചെയ്തിരുന്നു. പക്ഷേ ഗവൺമെന്റിൽ നിന്നുള്ള ഒഫീഷ്യൽസിനെല്ലാം പ്രോപ്പർ കൺഫർമേഷൻ യാതൊരു പ്രോബ്ലംസും ഇപ്പോൾ ഖത്തറിന് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇപ്പോ പെട്ടെന്ന് സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തിറങ്ങി നോക്കിയപ്പോ ആകാശത്ത് വെളിച്ചം ഇങ്ങനെ മിസൈലുകൾ പാസ് ചെയ്യുന്നത് വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ കുറെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാം. ആകാശത്ത് അത് ബ്രേക്ക് ചെയ്ത് പോകുന്നതും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. അതിന്റെ ഒരു പാനിക് എല്ലാവർക്കും ഉണ്ട്. മക്കളൊക്കെ നന്നായി പേടിച്ചിരുന്നു. പക്ഷേ ഇപ്പോ ലേറ്റസ്റ്റ് മിനിസ്ട്രി നോട്ടിഫിക്കേഷൻ, അതായത് ഈ സ്ഫോടക ശബ്ദം കേട്ട് നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ മിസൈൽ വർഷം കാണുന്നത്, അല്ലേ? അതെ, താഴെയൊന്നും വന്നിരുന്നില്ല. മേലെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരുന്നത് പോലെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും നമുക്ക് മേലെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് ഒരുവിധം ഖത്തറിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. പുറത്തിറങ്ങി നിന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട്, വെളിച്ചത്തിലായതുകൊണ്ട് എല്ലാം വളരെ വിശദമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ആളപായമൊന്നും ഇല്ല എന്നാണ് ഇപ്പോ മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറിലുള്ളത്. അങ്ങനെ പറ്റിയതായിട്ട് നമ്മളും അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവരും സേഫ് ആണ്. അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ന്യൂസ്. ഏകദേശം എത്ര മണിയോട് കൂടിയാണ് ഈ ഒരു ശബ്ദം കേട്ട് നിങ്ങളൊക്കെ നോക്കിയത്? എനിക്ക് തോന്നുന്നു 7:30 കഴിഞ്ഞ് കാണും എന്ന് കരുതുന്നു. ഞാൻ അത്ര കൃത്യമായി ഓർക്കുന്നില്ല. കാരണം മകൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കാർ എടുത്ത് അവനെ എടുക്കാൻ ഗ്രൗണ്ടിൽ പോയി. അപ്പൊ അവന് കുറച്ച് പാനിക്കായി. ഗ്രൗണ്ടിൽ ഒറ്റക്കായതിന്റെ ഒരു പാനിക് ഉള്ളത് കൊണ്ട് കുറച്ച് ദൂരെ ഗ്രൗണ്ടിലായതുകൊണ്ട് അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ഏതാണ്ട് ഒരു 7:30 ആ സമയത്താണ് ഉണ്ടായിരുന്നത്. ഇത് കുറെ നേരം നീണ്ടു നിന്നിരുന്നോ ഈ മിസൈൽ വർഷം? ഒരു 5 മുതൽ 10 മിനിറ്റ് നേരത്തും മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ. ഈ സൽമാനും കൂടെയുള്ള മലയാളികളും നമ്മുടെ ഇന്ത്യക്കാരും എല്ലാവരും സുരക്ഷിതരാണല്ലോ, അല്ലേ? എല്ലാവരും സുരക്ഷിതരാണ്. ആർക്കും അങ്ങനെ ആളപായമായി പറ്റിയതായിട്ടൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ മിനിസ്ട്രി കുറച്ചു നേരം മുന്നേ അൽ അൻസാരി എന്ന് പറയുന്ന മിനിസ്ട്രി ഒഫീഷ്യൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആർക്കും അപായം ഇല്ല എന്ന് തന്നെയാണ് അവരും കൺഫേം ചെയ്തിട്ടുള്ളത്. ശരി. ഈ വിമാനങ്ങൾ പലതും ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അത് അവിടെ അറിഞ്ഞിരുന്നോ? വിമാനം ക്യാൻസൽ ചെയ്യുന്നത് ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ടെമ്പററി ക്ലോഷർ ഓഫ് എയർ സ്പേസ് എന്ന് പറഞ്ഞാണ് നമുക്ക് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തിരുന്നത്. അടിയന്തരമായി യാത്ര ചെയ്യാനുള്ളവരൊക്കെ ബുദ്ധിമുട്ടിലായി, അല്ലേ? അതെ, അങ്ങനെയും ഒരു പ്രയാസമുണ്ട്. അങ്ങനെ പ്രയാസം പറയുന്ന കുറച്ചുപേരെയും ഞാൻ കണ്ടിരുന്നു ഇവിടെ. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടൊരു വല്ലാത്തൊരു കാഴ്ച കാണേണ്ടി വന്നു, അല്ലേ, ആദ്യമായിട്ട്? അതെ, ജീവിതത്തിൽ ആദ്യമായിട്ടും ഇനി കാണരുതേ എന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ എല്ലാവരും സേഫ് ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ ആളപായമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ലൈഫിലെ ഒരിക്കലും ഇനി ആവർത്തിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു അധ്യായമായി അടഞ്ഞു തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കൂടെയുള്ളവരെല്ലാരും പേടിച്ചിരിക്കുകയാണോ? കുട്ടികൾക്കാണ് കൂടുതലും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായത്. അവർക്കത് ആദ്യം അവർക്ക് മനസ്സിലായില്ല. പിന്നെ അവർക്ക് കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായപ്പോൾ അവർക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ടായി. കാരണം എല്ലാവരും ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നാട്ടിൽ വരാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. മക്കളെല്ലാം നാട്ടിൽ വരാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പോ പെട്ടെന്ന് എയർ സ്പേസ് അടച്ചപ്പോൾ ഇനി നാട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അതേ ഇൻസ്റ്റൻസിലാണ് പെട്ടെന്ന് വലിയ സൗണ്ടോട് കൂടിയിട്ടുള്ള വീട്ടിലൊക്കെ നമുക്ക് ഒരു ചെറിയ ടർബുലൻസ് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തിറങ്ങി നോക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ എല്ലാ ഫാമിലികളിലും ഉണ്ട്. ഇനിയിപ്പോ യാത്ര എന്ന് തുറക്കും, ഫ്ലൈറ്റ്സ് ഓപ്പൺ ആവും, എന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഈ സ്കൂൾ സീസൺ ആയതിന്റെ ഒരു പ്രയാസം എല്ലാവരും പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു.
പക്ഷെ എല്ലാം പെട്ടെന്ന് സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. അതെ, താൽക്കാലികമായി വ്യോമപാത അടച്ചു എന്നാണ്. അതുകൊണ്ട് ഉടൻ തന്നെ അത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കൂ. കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശമുണ്ട്, ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങരുത് നിർദ്ദേശമുണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാം അല്ലേ നമുക്ക്? അതെ. യെസ്, വളരെ നന്ദി. സൽമാനാണ് ഖത്തറിൽ നിന്ന് പ്രതികരിച്ചത്. വളരെ നന്ദി സൽമാൻ, അവിടുത്തെ വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് വളരെ വേഗം മടങ്ങിയെത്തേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ലഭിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഖത്തർ വ്യോമപാത അടച്ചതിനാൽ കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അധികൃതർ. ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് പോയ വിമാനം അധികൃതർ തിരിച്ചു വിളിച്ചു. 10 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച വിമാനത്തെയാണ് തിരിച്ചു വിളിച്ചത്. ഖത്തർ വ്യോമപാത അടച്ചതാണ് ഇതിന് കാരണം. കൊച്ചിയിൽ നിന്നും ബഹ്റൈനിലേക്ക് പോയ വിമാനവും തിരിച്ചു വിളിച്ചെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വൈകിട്ട് 7:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച വിമാനമാണ് തിരിച്ചു വിളിച്ചത് എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വിമാനങ്ങൾ തിരിച്ചു വിളിച്ചു എന്നുള്ള നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നു. റിയാദ് വിമാനം റദ്ദാക്കി എന്നുള്ള നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബഹ്റൈനും UAEയും ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് നമുക്ക് വളരെ വേഗം തിരിച്ചെത്താം.